വഴിതടഞ്ഞുള്ള പരിപാടികൾക്കെതിരായ കോടതിയലക്ഷ്യ ഹർജിയിൽ രാഷ്ട്രീയ നേതാക്കൾ ഹൈക്കോടതിയിൽ. CPM, CPI, കോൺഗ്രസ് നേതാക്കളാണ് കോടതിയിൽ നേരിട്ട് ഹാജരായത്. സ്റ്റേജ് കെട്ടാനുള്ള സ്ഥലമല്ല റോഡെന്നും നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും ഹൈക്കോടതി വിമർശിച്ചു. CPM നേതാക്കളായ M. വിജയകുമാർ, MLA മാരായ കടകംപള്ളി സുരേന്ദ്രൻ, V. ജോയ്, VK പ്രശാന്ത്, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മുതിർന്ന നേതാവ് പന്ന്യൻ രവീന്ദ്രൻ, എറണാകുളം DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ്, TJ വിനോദ് MLA എന്നിവരാണ് ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായത്. നിരുപാധികം മാപ്പപേക്ഷിക്കുന്നതായി ഉദ്യോഗസ്ഥർ അറിയിച്ചെങ്കിലും തൃപ്തികരമല്ലെന്നായിരുന്നു ഹൈക്കോടതിയുടെ മറുപടി. സമരത്തിന് എതിരല്ലെന്ന് പറഞ്ഞ ഹൈക്കോടതി എന്നാൽ റോഡും നടപ്പാതയും അതിനുള്ള സ്ഥലമല്ലെന്ന് വ്യക്തമാക്കി. സംസ്ഥാന പോലീസ് മേധാവി, തിരുവനന്തപുരം, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർമാർ എന്നിവർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലും കോടതി അതൃപ്തി രേഖപ്പെടുത്തി. പൊതുവഴി തടഞ്ഞുള്ള പ്രതിഷേധങ്ങൾ ആവർത്തിക്കില്ലെന്നും നിരുപാധികം മാപ്പപേക്ഷിക്കുന്നതായും CPM, CPI, കോൺഗ്രസ് നേതാക്കൾ ഹൈക്കോടതി അറിയിച്ചു. തുടർന്ന് കേസിലെ എതിർകക്ഷികൾ ഓരോരുത്തരും പ്രത്യേകം സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും പോലീസ് അധിക സത്യവാങ്മൂലവും സമർപ്പിക്കണമെന്നും ഹൈക്കോടതി ഇടക്കാല ഉത്തരവിട്ടു. ഇന്ന് ഹാജരായവരെ ഇനി നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും കോടതി ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ന് ഹാജരാകാതിരുന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ബുധനാഴ്ച വൈകിട്ട് 4-ന് ഹാജരാകണം. കോടതി ഉത്തരവുകളും നിരീക്ഷണങ്ങളും പാലിച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ തെരുവിൽ സമരം തുടരുമെന്ന് എറണാകുളം DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് പ്രതികരിച്ചു. മറ്റന്നാള് ഗോവിന്ദ മാഷ് മാത്രമേ ഹാജരാവുള്ളൂ. പിന്നെ ആരും നേരിട്ട് ഹാജരാവുന്നു. നേതാക്കളുടെ അവര് അഫിഡവിറ്റ് കൊടുത്ത് നേതാക്കന്മാര് കുറ്റം സമ്മതിക്കുന്ന രീതിയിൽ അഫിഡവിറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. അവർക്ക് കുറച്ചും കൂടി സമയം വേണം എന്നുള്ള രീതിയിൽ കോടതിയിൽ അവരുടെ ഒന്നും ചോദിച്ചൊന്നുമില്ല. ഞാൻ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആ വഴി 1 മിനിറ്റ് പോലും എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ വേറെ വഴി കൂടി പോകും. ഇതന്ന് TV കണ്ടപ്പോഴത്തേക്കും വളരെ കൊച്ചു കുട്ടികളും ഒക്കെ ആൾക്കാരായിട്ട് റോഡിൻ്റെ പകുതി ഒരു വശത്ത് കൂടി പോയി ഭയങ്കരമായിട്ട് ബ്ലോക്ക് കണ്ടപ്പോഴത്തേക്കും അതുമാത്രമല്ല റോട്ടിലിങ്ങനെ ഒരു സ്റ്റേജ് കെട്ടുന്നത് അത് ഭരിക്കണ പാർട്ടിയുടെ തന്നെ ഒരു സമ്മേളനത്തിന് വേണ്ടി അത് അത്ര ശരിയല്ല എന്ന് കണ്ടുകൊണ്ട് കൊടുത്തതാണ്. വഴി തടഞ്ഞുള്ള പരിപാടി മൂലം കുട്ടികൾ ഉൾപ്പെടെ ബുദ്ധിമുട്ടുന്നത് കൊണ്ടാണ് കോടതിയെ സമീപിച്ചതെന്ന് ഹർജിക്കാരൻ N. പ്രകാശും പറഞ്ഞു. ഹർജി ഹൈക്കോടതി മാർച്ച് 3-ന് വീണ്ടും പരിഗണിക്കും. ജനം, കൊച്ചി.